കുറേ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ സാറേ, ഇതിനെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മൾ 2014 തൊട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു ഐറ്റമാണിത്. നമ്മൾ മില്ലറ്റ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷത്തോളം ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വരുന്നത് ഇവിടെ ഷൊർണൂർ റോട്ടിൽ തിരുവമ്പാടി അമ്പലം എത്തണേക്കാൾ മുന്നേ റൗണ്ടിൽ നിന്ന് ഒരു 100 മീറ്റർ. ഇതാണ് നമ്മളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. എന്ന് മില്ലറ്റ് സ്പ്രൗട്ടഡ് ആണ്. അതായത് ഒരു 30 ഐറ്റം അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്, പൗഡറാണ്. മുളപ്പിച്ച് ഉണക്കി പൊടിച്ചിട്ടുള്ള സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഐറ്റമാണത്. ഇത് കാണുന്നതാണ് ഇതിലത്തെ ഐറ്റംസ്. ഇതിൽ ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സുകൾ, വലിയ ധാന്യങ്ങൾ, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്. 30 ഐറ്റം മില്ലറ്റ് ആണോ? 30 ഐറ്റം മില്ലറ്റ് അല്ല. അതിൽ മില്ലറ്റ്സുകളെല്ലാം പോസിറ്റീവ് മില്ലറ്റ്സും ന്യൂട്രൽ മില്ലറ്റ്സും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള വലിയ ധാന്യങ്ങൾ പ്ലസ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്, അത് കാഷ്നട്ട്, അങ്ങനത്തെ ഐറ്റംസ് അല്ലാതെ. ഇത് കുട്ടികൾക്കും കൊടുക്കാം. ഇത് 2 വയസ്സിന് മേലുള്ള എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു ഐറ്റമാണത്. പിന്നെ കുട്ടികൾക്ക് വേറെ ഉണ്ട്. ഇത് ഈ മില്ലറ്റ്സുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഹോർമോണൽ ഇൻബാലൻസ് അത് ബാലൻസ് ചെയ്തോളൂ. അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ പരസ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു മാസത്തിനുള്ളിൽ തന്നെ ഷുഗർ BP നോർമലിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവായിട്ടോ മരുന്നായിട്ടോ ഒന്നുമില്ല. ഇതിൽ 100% ഓർഗാനിക്കാണ്. ഇത് ബാംഗ്ലൂർ ചിക്ബലാപൂർ, അതായത് ബാംഗ്ലൂർ എയർപോർട്ട് റോട്ടിലൊരു 80 കിലോമീറ്റർ പോയി കഴിഞ്ഞുള്ളതാണ്. ഒരു 15 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പോയി കാണാനും പറ്റാവുന്നതാണ്. അത് ചെയ്യുന്ന രീതിയൊക്കെ കാണാവുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ട് ഒത്തിരി ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ 1-2 പേരല്ല, ഒത്തിരി പേര്. ഞാൻ ഇവിടെ 2 വർഷമായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നതാണ് ഈ ഐറ്റം. അപ്പോൾ ഒത്തിരി റിപ്പീറ്റ് കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ എല്ലാ മാസം ഫോളോ ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ടുകൾ അറിയാം. അതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ബേബി ഇൻഫൻ്റായി കുട്ടികൾക്ക് കൊടുക്കാവുന്ന മില്ലറ്റ്സ്. അത് ഇതൊരു 6 ഇയേഴ്സിന് മേലെ കൊടുക്കാവുന്ന, അതിൽ ജാക്ക് ഫ്രൂട്ട് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അത് ബേബീസിന് പറ്റിയിട്ടുള്ള മില്ലറ്റ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ്. ഒരു 6 മന്ത് തൊട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ മില്ലറ്റ്സ് ഹൗസിൻ്റെ തന്നെയാണ് ഇത് വുമൺസ് മാൾട്ട് എന്ന് പറഞ്ഞിട്ട്. ഈ വുമൺസ് മാൾട്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ PCOD PCOS ഒക്കെയുള്ള മെൻസ്ട്രലായിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് കഴിക്കാവുന്ന ഒരു ഏറ്റവും എന്താ പറയുക നല്ലൊരു റിസൾട്ടുള്ള ഒരു ഐറ്റമാണ് അത് വുമൺസ് മാൾട്ട്. അതുപോലെ തന്നെ ഇതിന് വരുന്നുണ്ട് 200 rupees 400 grams റേറ്റ്. ഇത് അതുപോലെ തന്നെ ഇത് വന്നിട്ട് 450. ഇതെല്ലാം കഴിക്കുന്ന രീതിക്കും സെയിം തന്നെയാണ്. ഇതും കൂടി ഒന്ന് പറഞ്ഞുതരാം. മില്ലറ്റ് ഹൗസിൻ്റെ നമ്മുടെ മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞിട്ടാണിത്. ഇത് മില്ലറ്റ്സ് തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് പോലെ യൂസ് ചെയ്യാവുന്നത്, പെട്ടെന്നൊരു ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അല്ലല്ല, മിൽക്കിൽ ഇതൊഴിച്ച് നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു യാത്രയിലാണ് നമുക്ക് മില്ലറ്റ്സുകൾ തിളപ്പിക്കാനും അതിനൊക്കെ സൗകര്യക്കുറവുകളുണ്ടാവില്ല. ഇത് ഇൻസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്കൊരു ചൂടുവെള്ളം കിട്ടിയാൽ മതി. അതിലേക്ക് ഇതിൻ്റെ ഒരു സ്പൂൺ ഇട്ടിട്ട് നമ്മൾ കലക്കി കഴിഞ്ഞ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആവുകയും ചെയ്തു. അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, എങ്ങനെ കഴിക്കണം എന്നുള്ളതെല്ലാം, എടുക്കണ രീതി എത്രയാണെന്നുള്ളതും. പാലിൽ നമുക്ക് ഇനി എല്ലാ പാലിൽ അല്ലെങ്കിലും ചൂടുവെള്ളത്തിലായാലും നമുക്കിത് കഴിക്കാവുന്നതാണത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഐറ്റം നമ്മൾ കഴിക്കണ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 1.25 സ്പൂൺ എടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ ഈ പാൽപ്പൊടിക്കും കട്ട പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുക. 1 ഗ്ലാസ് വെള്ളം, അത് ഇതിൻ്റെ സൈഡിലുണ്ട്, ഇത് കണ്ടോ, സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ രീതി. ഒരു 1.25 സ്പൂൺ എടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യണം. 1 ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. ഈ ഗ്ലാസ് നോക്കിയാൽ നമ്മൾ ഈ ഹോർലിക്സ് വയ്ക്കും പോലത്തെ ഗ്ലാസ്സിൽ മഗ്, അങ്ങനത്തെ ഒരു ഗ്ലാസ് വെള്ളം അത് തിളപ്പിക്കണം. അത് ചൂടാകുമ്പോൾ ഇത് അതിലൊഴിച്ചൊരു 3 to 5 minutes അത്രേ വേണ്ടോ. നമുക്ക് ആകെ മറ്റേത് നമുക്ക് റൈസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്യണം. മില്ലറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. റൈസ് എന്ന് ഉദ്ദേശിച്ചത് മില്ലറ്റ് റൈസുകൾ, ഈ ബാക്കിലിരിക്കുന്ന റൈസുകൾ. ഇതൊക്കെ നമ്മൾ സോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ മില്ലറ്റ്സിൻ്റെ ഈ പൗഡർ നമുക്ക് ഒരു 10 minutes മതി. 5 minutes 3 to 5 minutes ആണ് ഇത് ചെയ്യുന്നത്. ഈ ബോക്സിലിരിക്കുന്നതെല്ലാം ആ ഒരൊറ്റ രീതിയിൽ തന്നെയാണ് ചെയ്യണത്.
എല്ലാ പ്രൊഡക്റ്റും ഒരേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ഈ ഇൻസ്റ്റൻറ്റ്, അതായത് ഇത് നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ ഇതിൻ്റെ ഒരു 1.25 സ്പൂൺ എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. അത് ചൂടാകുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് നമ്മൾ അതിലിട്ടുകൊണ്ട് നമ്മളൊരു 3 to 5 minutes ഒന്ന് ബോയിൽ ചെയ്യുക. അപ്പോൾ ഒന്ന് കുറുകും. ഇപ്പോൾ പിക്ചറിൽ കണ്ടില്ലേ, പിക്ചറിൽ കണ്ട പോലെ നമ്മൾ പിക്ചറിൽ കണ്ട പോലെ അതൊന്ന് കുറുകും. അതന്നെ അത് അടിപിടിക്കുക. അപ്പോൾ നമ്മൾ അത് ചെയ്ത് അത് ചെറിയ ചൂട്ട് കൊടുക്കണം. നമ്മൾ വേണമെങ്കിൽ ഒരു ലേശം നുള്ളു ഉപ്പോ അല്ലെങ്കിൽ ഒരു നുള്ളു ജാഗരി പൗഡർ. ഷുഗർ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അങ്ങനത്തെ യൂസ് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷുഗറൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അതെ അങ്ങനത്തെ ഒരു നുള്ളു ഉപയോഗിക്കുക. എപ്പോഴും നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെയാണ് ഈ ഫ്രണ്ടിലിരിക്കുന്ന 4 ഐറ്റം, ഇത് മാത്രം. പിന്നെ അതുപോലെ തന്നെ മില്ലറ്റിൻ്റെ ദോശയുണ്ട്. ഇതിലുള്ള ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റൈസ് ഇല്ല, അതുപോലെ തന്നെ നമുക്ക് വീറ്റ് ഇല്ല, സോയ ഇല്ല, നോ ആഡഡ് ഷുഗർ, നോ ആഡ്യൂസ്, അതായത് ഫുഡ് കളേഴ്സ്, ഇതൊന്നും നമ്മളുടെ ഈ മില്ലറ്റ് ഹൗസ് പ്രോഡക്റ്റിലില്ല. ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരിത്. അതുപോലെ തന്നെ മില്ലറ്റ് ദോശ, ഇത് ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ റൈസല്ല ഉദ്ദേശിച്ചത്. ഇതിൽ റൈസ് ഇല്ലാത്തൊരൈറ്റാണ്. അതുപോലെ തന്നെ റൊട്ടി, ഇത് രണ്ടും ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ. നമുക്ക് സ്പോട്ടിൽ തന്നെ ചെയ്യാവുന്നൊരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ബാക്കിലിരിക്കുന്ന ഈ ഐറ്റംസ് നമുക്ക് മില്ലറ്റ്സുകൾ സെപ്പറേറ്റ് ആണ്. ഇതിന് വന്നിട്ട് 125, 400 grams 125. ഇതിനും അത് തന്നെയാണ് 120. ഇത് രണ്ടിനും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ തന്നെയാണ് നമ്മളുടെ ഈ ബാക്കിലിരിക്കുന്ന ഐറ്റംസ് മില്ലറ്റ്സുകൾ. ഈ 5 എണ്ണമാണ് നമ്മുടെ പോസിറ്റീവ് മില്ലറ്റ്സുകൾ. ഈ പോസിറ്റീവ് മില്ലറ്റ്സുകളൊക്കെ യൂട്യൂബിലുണ്ട്. നമുക്ക് ഓരോന്നിനും ഓരോ ഗുണങ്ങളും നമുക്ക് അറിയാം. ഇത് ഡയബറ്റോ റൈസ് എന്ന് പറയും, കോഡോ യവം. ഇത് നമ്മളുടെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അത് ഷുഗർ, BP അതിനൊക്കെ ആണ് ഇത് റൈസ്. ഈ ഇരിക്കുന്ന മില്ലറ്റ്സുകൾ എല്ലാതും നമ്മൾ സോക്ക് ചെയ്തിട്ടാണ് കഴിക്കുക. ഞാൻ പറഞ്ഞുതരാം. ഇത് ഡയബറ്റോ റൈസ്, അത് നമ്മൾ ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റം. തിന എന്ന് പറയുന്നത് നെർവ് ആൻഡ് ലങ്സിന് ആണ് ഈ തിന യൂസ് ചെയ്യുന്നത് കൂടുതൽ. അതുപോലെ തന്നെ ബാനിയാഡ് എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസ്, കിഡ്നി, ലിവർ, കിഡ്നി, ഇതിനാണ് കൂടുതലായിട്ട് നമ്മൾ കുതിരവാലി നേരത്തെ പറഞ്ഞത് തിന, ഫോക്സ് ടൈൽ, ഓരോ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ചാമ എന്ന് പറയുന്നത് ഇതാണ് ചാമ. ഇത് നമ്മുടെ എന്താ പറയുക, ഇൻഫെർട്ടിലിറ്റി, അതായത് നമുക്ക് കഴിച്ചാൽ ഇതാണ് ഈ ഐറ്റം ചാമ എന്ന് പറയുന്നത്. ഈ ചാമയും ഈ കുതിരവാലി നമുക്ക് ഏകദേശം നമുക്കൊരു ഒരേപോലെ ഇരിക്കും. ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അതുപോലെയുള്ള ഈ മില്ലറ്റ്സിൽ ഏറ്റവും ഇതുള്ളതാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്, കോർലെ ആയിരിക്കും എന്ന് പറയും മലയാളത്തിൽ. ചാമയ്ക്ക് ഇംഗ്ലീഷിൽ പോലെ ലിറ്റിൽ മില്ലറ്റ്, ഇത് ബാനിയാഡ്, ഇത് ഫോക്സ് ടൈൽ, ഇത് യവ അല്ലെങ്കിൽ കോള. ഇതിന് പറയുന്നത് കോർലെ റൈസ്. ഇത് കൂടുതൽ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള, അതായത് ഗ്യാസ്ട്രിക് അങ്ങനത്തെ ഇതിനാണ്. വയറ് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് റാഗി തന്നെ. റാഗി ഇത് റാഗി. ഇത് പോസിറ്റീവ് മില്ലറ്റ്സ് ആണ്. ഇത് ന്യൂട്രൽ മില്ലറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ റാഗി വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അത് വെള്ളത്തിലിട്ട് ഇതിൽ മില്ലറ്റ്സുകൾ പൊടി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അത് ജസ്റ്റ് കുറുക്കല്ലേ വേണ്ട. ജസ്റ്റ് കുറുക്കാം. അത് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കഴുകിയിട്ട് ഇത് ചെയ്യണതല്ലേ എന്തായാലും. പിന്നെ ഇത് മില്ലറ്റ്സുകൾ എപ്പോഴും നമ്മൾ പിഴിഞ്ഞെടുക്കാൻ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ള ഒരു ഇതാണ്. പിഴിഞ്ഞെടുക്കാന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ മില്ലറ്റ്സിന്റെ എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ ഇരിക്കുന്നത് അതിന്റെ തോടിലാണ്. അത് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ അത് ഇല്ലാത്തതും കിട്ടും. ഇല്ലാത്ത നമുക്ക് പ്യുവറായിട്ട് വൈറ്റ് ആയിട്ട് കാണാം. ഇതിപ്പോൾ നമുക്ക് കാണുന്നത് കണ്ടില്ലേ, ഇതിൻ്റെ ആ തോടാണത് അതിൻ്റെ കളർ കൊടുക്കണത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വൈറ്റാണ് അത് ഏത് മില്ലറ്റ്സ് എടുത്താലും കേട്ടോ. പിന്നെ ഈ മില്ലറ്റ്സുകൾ നമ്മൾ എല്ലാവരും അറിയാത്തൊരു കാര്യമാണ്, ഇത് സോക്ക് ചെയ്തിട്ട് കഴിക്കണം എന്നുള്ള കാര്യം അധികം പേരൊന്നും അറിയില്ല. ഞാൻ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങളത് എടുക്കണം കഴുകിയിട്ടപ്പനെ ഇത് സോക്ക് ചെയ്തിട്ട് വേണം അതായത് കുതിർക്കണം. ഇത് മില്ലറ്റ്സുകളെല്ലാം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ മില്ലറ്റ്സ് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് സോക്ക്
സോക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അതിന്റെ ഗുണം. അല്ലേ? പരിപ്പ് നോക്കിണ്ടോ, ചിലവർ അത് അപ്പം തന്നെ എടുത്ത് കുക്കറിലിടും, പക്ഷെ അത് നല്ലതല്ല. അതിന് ശരിക്കുള്ള ഫോമിലോട്ട് വരണമെങ്കിൽ അത് വെള്ളത്തിലിട്ട് അത് ഇങ്ങനെ ഇതാവുമല്ലോ, നല്ലൊരു ഫോമിലായിട്ട് മാറും. അതുപോലെ പയർ രാജ്യമൊക്കെ ഒരു 7-8 മണിക്കൂറൊക്കെ വലിയ ബീൻസ് പയറില്ലേ ഒക്കെ 7-8 മണിക്കൂർ വെള്ളത്തിലിടണം. അതാണ് അതിന്റെ നല്ലത്. അതുപോലെ നമ്മൾ പറയുന്നത് സ്പ്രൗട്ടഡ് മുളപ്പിച്ചിട്ടുള്ള കഴിക്കുന്നതുകൊണ്ട് അത്രയും ഗുണം കിട്ടുന്നത് അതുകൊണ്ടല്ലേ. അതെ. അതുപോലെ തന്നെ ഇത് 6 മണിക്കൂറാണ് മിനിമം സോക്ക് ചെയ്യേണ്ടത് വെള്ളത്തിലിട്ടത്. അതുപോലെ തന്നെ ഈ ബ്രൗൺ ടോപ്പ് മാത്രം ഒരു 8 hours ഇടണം ഇതിന് മാത്രം. ഇതിലത്തെ ഫൈബർ നമുക്ക് കിട്ടണമെങ്കിലാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ സോക്ക് ചെയ്യണതിൻ്റെത്. ഫൈബർ കണ്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളത് ഉപയോഗിക്കണം കേട്ടോ. അതാണ് ഇത്രയും കാര്യങ്ങൾ ഇതിന് ഉള്ളത്. പിന്നെ അതിൻ്റെ തന്നെ അവിലുണ്ട്, ഫ്ലേക്സ് ഉണ്ട്. ഇത് റാഗീര, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അത് നമുക്ക് തന്നെ കഴിക്കാം. റാഗീര, നമ്മൾ ഈ ഡയബറ്റോറൈസർ കോഡോ പറഞ്ഞില്ലേ, കോഡോൻ്റെ ആണ് ഈ അവില്. ഇതിലേക്ക് 50 rupees ഉള്ളൂ, 400 grams, 250 grams. അതുപോലെ തന്നെ സ്വർഗം, മണിച്ചോളം എന്ന് പറയും, ഇത് അവില് തന്നെയാണ്. അതുപോലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ബിരിയാണി വരയ്ക്കുന്നുണ്ട്, മില്ലറ്റ്സിൻ്റെ ബിരിയാണി ഇൻസ്റ്റൻറ്റ് മിക്സ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ അവലോസ് പൊടി മില്ലറ്റ്സിൻ്റെ വിത്തൗട്ട് ഷുഗർ ആയിട്ടുള്ളത് അവലോസ് പൊടി ഉണ്ട്. മില്ലറ്റ്സ് തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അത് കാഷ്യൂയിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് വന്നിട്ട് 125, 200 grams 125. പിന്നെ കിൻവ, ബക്ക്വീറ്റിൻ്റെ ആട്ട, ഇതിലേക്കും ഗ്ലൂട്ടൻ ഫ്രീ ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ പുട്ട്, പാലപ്പം, ദോശ, ആട്ട, അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് മില്ലറ്റ്സുകളുടെ തന്നെ ഉണ്ട്. ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളു. പിന്നെ ഹണി ഉണ്ട് നമ്മുടെ കയ്യിൽ, ഓൾറെഡി നാച്ചുറൽ ആയിട്ടുള്ള ഹണി ഉണ്ട്. ഇതിവിടെ നമ്മുടെ പാലക്കാടുള്ളതാണ്, വാണിയമ്പാറ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെയ്യണത് അത്. വീട്ടിൽ ചെയ്യണതാണ്. മന്ന എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അല്ല, ചെറുതേനല്ല, ഏറ്റവും ചെറിയ തേന് അതിനേക്കാളും അതിൻ്റെ കുറച്ചും കൂടി വലിയ 3 ടൈപ്പാണുള്ളത്. അല്ല, അതിനേക്കാൾ കുറച്ചും കൂടി വലിയ വീട്ടിൽ അതിൻ്റെ കൂട് വെച്ചിട്ട് അവർ ഇത് ചെയ്യണതാണ്. അത് നമുക്ക് ഹണി, ഈ തേൻ എന്ന് പറയുന്നത് പലപ്പോഴും പല വൃക്ഷങ്ങളുടെ ഏരിയയിൽ അവർ അത് ഓരോ അല്ലല്ല റബ്ബറിൽ അത്ര ഇത് കിട്ടില്ല, അതിൽ കിട്ടില്ല. ആ ചുറ്റുപാട് അതിൻ്റെ ഏരിയ നോക്കിയാണ്. അതിനിപ്പോൾ ഫ്ലവർ ഉള്ള ഫ്ലവറും അതുപോലെ തന്നെ നമുക്ക് ഓരോ ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളുണ്ടല്ലോ. ഇതാണ് മന്ന എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ അത് കാരണം എനിക്ക് അത്രയും ഉറപ്പുണ്ട് അത്, അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതലായിട്ട്. ഇത് വന്നിട്ട് 500 grams 210. ഇത് ഈ താൻ എന്ന് പറയുന്നത് എപ്പോഴും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെയും ചിലപ്പോൾ എന്നും ഒരേ കളറായിരിക്കും. ഇതിൽ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന പ്രോഡക്റ്റ് ഈ കാണുന്ന യെല്ലോയിഷ് ആയിരുന്നു. ഇപ്പോൾ കിട്ടിയത് ഇതാണ്. അത് ഓരോ പൂവിൻ്റെയും പൂമ്പൊടിയുടെ ഇതനുസരിച്ചാണ് ഇതിൻ്റെ കളർ വരിക. നമുക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോന്നിനും പേര് പറയണില്ല. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എന്നും നമുക്ക് കിട്ടുക ഒറ്റ കളറല്ല. അത് ശരിയായിട്ടുള്ള ഇത് അല്ല, ഒറ്റ കളറല്ല ശരിക്കും. ഏത് ഫ്ലവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഔഷധ സസ്യങ്ങളുണ്ട് അവിടെ. അതുപോലെ പലതുണ്ട് അവർക്ക്. വലിയൊരു ഏരിയയിൽ ചെയ്യുന്നതാണ് അത്, വലിയൊരു ഏരിയയിൽ ചെയ്യുന്നതാണ്. പിന്നെ ആള് ഇതിൻ്റെ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അത്രയും ഗ്യാരണ്ടി ഉള്ള കാരണമാണ് ഞാൻ ഇത് വെക്കാനുള്ള കാരണം. മന്ന ആളുടെ നമ്പറൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ, നോക്കാം കാണിച്ചു. ഇതാണ് ആളുടെ നമ്പർ ഇതിലുണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ ഇരിക്കുന്ന ഈ പ്രൊഡക്റ്റുകളൊക്കെയും അങ്ങനെ വിശ്വസിച്ച് കൊടുക്കാവുന്ന പ്രൊഡക്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഞാനീ പറഞ്ഞ മില്ലറ്റ് ഹൗസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് സാധനം വരുന്ന ഐറ്റംസുകളാണ് അതൊക്കെ കേട്ടോ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ആധികാരികമായിട്ട് പറയണത് തന്നെ കേട്ടോ. ഇത്രയും ഐറ്റംസാണ് ഉള്ളത്. ഇതിവിടെ വരുന്നത് നമ്മുടെ അഡ്രസ്സ് മനസ്സിലായല്ലോ അല്ലേ? റൗണ്ട് നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് തിരുവമ്പാടി അമ്പലത്തേക്ക് പോകുന്ന റോഡാണ് ഈ ഷൊർണൂർ റോഡ്. അതിലിവിടെ ഒരു കൗസ്തുഭം ഓഡിറ്റോറിയം ഉണ്ട്. ഈ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടുള്ള ഷോപ്പാണ്. മില്ലറ്റ് ഹൗസ് എന്ന് തന്നെ പേരുണ്ട് കേട്ടോ. മില്ലറ്റ്സുകൾ അടങ്ങിയിട്ടുള്ളൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.